സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാമാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 14. ദക്ഷിണമീമാംസ. കഴിഞ്ഞ അധ്യായത്തിൽ ബാബയുടെ വാക്കുകൾ എങ്ങനെ സുഖക്കേടുകൾ ഭേദമാക്കി എന്ന് നാം കണ്ടു. ഈ അധ്യായത്തിൽ ബാബ അനുഗ്രഹിച്ച് എങ്ങനെ രത്തൻജി വാടിക്ക് സന്താനമുണ്ടായെന്ന് വിവരിക്കാം. ഋഷിമാരുടെ ജീവിതത്തിൻ്റെ അകവും പുറവും മധുരമാണ്. സായിബാബയുടെ വിവിധ ലീലകളും ഭക്ഷണം കഴിക്കലും നടത്തവും സംസാരവും എല്ലാം മധുരമാണ്. ആ ജീവിതം തന്നെ ആനന്ദം മൂർത്തീകരിച്ചതാണ്. അത് ഭക്തന്മാരുടെ സ്മരണോപാധിയായി മാറി ബാബ അവർക്ക് പലതരം ചുമതലകളുടെയും പ്രവർത്തനത്തിൻ്റെയും കഥകൾ പറഞ്ഞുകൊടുത്തു. അവരെ യഥാർത്ഥ മതവിശ്വാസികളാക്കി തീർത്തു. ബാബയുടെ ഉദ്ദേശം മനുഷ്യൻ സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുകയും അതേസമയം തന്നെ ആധ്യാത്മിക പുരോഗതി തേടി ആത്മജ്ഞാനം സമ്പാദിക്കുകയും വേണമെന്നായിരുന്നു. മനുഷ്യ ശരീരം പൂർവജന്മ സുഹൃതം കൊണ്ട് കിട്ടിയതാണ്. അതുപയോഗിച്ച് മോക്ഷം നേടണം. അതുകൊണ്ട് ഒരിക്കലും മടി കാണിക്കാതെ സദാ ജാഗരൂകനായിരിക്കണം. നിങ്ങൾ നിത്യവും സായി ലീലകൾ കേട്ടാൽ സദാ ബാബയെ കാണാറാവും. രാപ്പകൽ ബാബയെ മനസ്സിൽ ധ്യാനിക്കും. ഇങ്ങനെ സാധന ചെയ്താൽ മനസ്സ് സായിമയമായി പരിശുദ്ധ ബോധവാനായിത്തീരും. നാൻഡൻഡിലെ രത്തൻജി. ഈ അധ്യായത്തിലെ പ്രധാന കഥയിലേക്ക് പ്രവേശിക്കാം. നൈസാമിലെ നാൻഡൻഡിലെ ഒരു മിൽ കോൺട്രാക്ടറായി രത്തൻജി ഷാപൂർജി വാഡിയ എന്നു പേരായ ഒരു പാർസി ഉണ്ടായിരുന്നു. അയാൾക്ക് കണ്ടമാനം ധനവും ഭൂസ്വത്തും ഉണ്ടായിരുന്നു. വാഹനങ്ങളും കുതിരകളും മറ്റ് സകലവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പുറമേക്ക് സന്തുഷ്ടനായി കാണുമായിരുന്നെങ്കിലും ഉള്ളിൽ അയാൾ അങ്ങനെ ആയിരുന്നില്ല. ദൈവം ആരെയും പരിപൂർണ സന്തോഷവാനാക്കുന്നില്ല. രത്തൻജിയുടെ കാര്യത്തിലും ഇത് ശരിയാണ്. അയാൾ ധർമ്മിഷ്ഠനും ഉദാരനുമായിരുന്നതിനാൽ സാധുക്കൾക്ക് അന്നവും വസ്ത്രവും ദാനം ചെയ്ത് സഹായിച്ചു കൊണ്ടിരുന്നു. ജനങ്ങൾ അയാളെ സന്തുഷ്ടനായി കരുതിയെങ്കിലും കുട്ടികളില്ലാത്തതിൽ അയാൾ വിഷാദത്തിലായിരുന്നു. ഭക്തിയില്ലാത്ത കീർത്തനവും താളലയങ്ങളില്ലാത്ത സംഗീതവും പൂണൂലില്ലാത്ത ബ്രാഹ്മണനും വിശേഷബുദ്ധിയില്ലാത്ത ജ്ഞാനവും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനവും കണ്ടാഭരണമില്ലാത്ത അണിഞ്ഞൊരുങ്ങലും പ്രയോജനരഹിതവും വിരൂപവുമാവുന്നത് പോലെയാണ് സന്താനങ്ങളില്ലാത്ത ഒരു വീടിൻ്റെ സ്ഥിതിയും. രത്തൻജി ഇതുതന്നെ ആലോചിച്ച് ഖേദിക്കും. ദൈവം എനിക്കൊരു സന്താനത്തെ തരില്ലേ എന്ന് അയാൾ കുണ്ഠിതനായി. ഭക്ഷണത്തിൽ പോലും താല്പര്യമില്ലാതായി. രാപ്പകൽ സന്താനത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു. അയാൾക്ക് ദാസ്ഗനു മഹാരാജിനെ വലിയ ബഹുമാനമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ കണ്ട് വിവരം പറഞ്ഞു. ദാസ്ഗനു അയാളോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്ത് കാൽക്കൽ വീണ് സന്താനത്തിന് വേണ്ടി അപേക്ഷിക്കാൻ പറഞ്ഞു. അങ്ങനെ രത്തൻജി ഷിർദിക്ക് പോവാൻ നിശ്ചയിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ ഷിർദിയിൽ പോയി. ബാബയെ ദർശനം ചെയ്തു കാൽക്കൽ നമസ്കരിച്ചു. ഒരു കുട്ടയിൽ നിന്ന് ഒരു നല്ല മാലയെടുത്ത് ബാബയെ അണിയിച്ച് ഒരു കുട്ട പഴങ്ങൾ കാണിക്ക വെച്ചു. പിന്നെ ബഹുമാന പുരസ്സരം ബാബയുടെ അടുക്കലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. വിഷമത്തിൽപ്പെട്ട പലരും അവിടുത്തെ സമീപിച്ച് രക്ഷ നേടുന്നു. അത് കേട്ട് ഞാനിതാ വന്നിരിക്കുന്നു. എന്നെ നിരാശനാക്കരുതേ. സായിബാബ അയാളോട് 5 കാ ദക്ഷിണ ചോദിച്ചു. രത്തൻജി അതെടുക്കാൻ നോക്കിയപ്പോൾ ബാബ പറഞ്ഞു, അദ്ദേഹത്തിന് 3 കാ 14 അണ കിട്ടിക്കഴിഞ്ഞു, ബാക്കി തന്നാൽ മതി എന്ന്. അയാൾ ആദ്യമായി ശ്രുതിയിൽ വന്നതാണ്. പിന്നെ എങ്ങനെയാണ് 3 കാ 14 അണ കൊടുക്കുക എന്നയാൾ അതിശയിച്ചു. ഏതായാലും ഒന്നും പറയാതെ ബാക്കി സംഖ്യ ദക്ഷിണ കൊടുത്ത് അയാളുടെ സങ്കടം ഉണർത്തിച്ചു. ബാബ കരുണാർദ്രനായി അന്നു മുതൽ അയാളുടെ കഷ്ടപ്പാടുകൾ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ഉതി കൊടുത്ത് കൈ തലയിൽ വെച്ച് അനുഗ്രഹിച്ച് അള്ളാഹു അയാളുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊള്ളും എന്ന് പറഞ്ഞു. പിന്നീട് ബാബയുടെ അനുഗ്രഹത്തോടുകൂടി നാട്ടിലേക്ക് മടങ്ങി. ദാസ്ഗനുവിനോട് എല്ലാ വിവരവും പറഞ്ഞു. എല്ലാം മനസ്സിലായെങ്കിലും 3 കാ 14 അണ മുമ്പ് കിട്ടി എന്ന് പറഞ്ഞത് മാത്രം മനസ്സിലായില്ലെന്നും താൻ ഇതിനു മുമ്പ് ഷിർദിയിൽ പോയിട്ടില്ലെന്നും
പിന്നെ എങ്ങനെ മുൻകൂട്ടി ഈ പണം കൊടുക്കുമെന്നും ദാസ്കനുവിനോട് ചോദിച്ചു. ദാസ്കനുവിനും സംഗതി മനസ്സിലാവാതെ വളരെ നേരം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ രത്തൻജി കുറച്ച് ദിവസം മുമ്പ് മൗലി സാഹബ് എന്നു പേരായ ഒരു മുസ്ലിം ഫക്കീറിന് വീട്ടിൽ വെച്ച് സ്വീകരണം നൽകിയതായി ഓർമ്മ വന്നു. ഈ മൗലി സാഹബ് ഒരു കൂലിക്കാരൻ ഫക്കീറായതാണ്. നാണ്ടണ്ടിൽ അദ്ദേഹം പ്രശസ്തനാണ്. രത്തൻജി ഷിർദിക്ക് പോവാൻ ഉറച്ചപ്പോൾ യദൃച്ഛയാ മൗലി സാഹിബ് വീട്ടിൽ വന്നതാണ്. ദാസ്കനു രത്തൻജിക്ക് മൗലി സാഹിബിനെ സ്വീകരിക്കാൻ വന്ന ചെലവുകൾ അന്വേഷിച്ച് കണക്കാക്കിയപ്പോൾ കൃത്യം 3 ചെലവായതായി കണ്ടു. ബാബ സർവ്വവ്യാപിയാണെന്നും ഷിർദിയിലിരിക്കുന്നെങ്കിലും എവിടെ നടക്കുന്നതും അറിഞ്ഞിരുന്നു എന്നും മനസ്സിലായി. ഇക്കാര്യത്തിൽ ബാബ മൗലി സാഹിബുമായി താതാത്മ്യം പ്രാപിച്ചിരുന്നില്ലെങ്കിൽ എങ്ങനെ ഇത്ര കൃത്യമായി ചെലവായ സംഖ്യ പറയാൻ സാധിക്കും എന്ന കാര്യം വ്യക്തമാണല്ലോ. രത്തൻജി ഇത് കണ്ട് സംതൃപ്തനായി. ബാബയുടെ ഉറച്ച ഭക്തനായി തീർന്നു. കുറച്ചു കാലത്തിനുള്ളിൽ അയാൾക്കൊരു പുത്രൻ ജനിക്കുകയും അത്യധികം സന്തുഷ്ടനാവുകയും ചെയ്തു. പിന്നീട് 12 മക്കൾ ജനിച്ചതിൽ 4 പേർ ജീവിച്ചു എന്നറിയുന്നു. ബാബ ഒരിക്കൽ റാവു ബഹദൂർ ഹരിവിനായക് സത്തയോട് അയാളുടെ ആദ്യ ഭാര്യ മരിച്ചപ്പോൾ വീണ്ടും വിവാഹിതനാവാനും അതിലൊരു മകനുണ്ടാവുമെന്നും പറഞ്ഞു. രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ആദ്യം 2 പെൺകുട്ടികളും പിന്നീട് ഒരു ആൺകുട്ടിയും ജനിച്ച് ബാബയുടെ വാക്കുകൾ ഫലിച്ചു. ദക്ഷിണമീമാംസ. ഇനി ദക്ഷിണയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അധ്യായം അവസാനിപ്പിക്കാം. ബാബ തന്നെ സമീപിച്ചവരോട് ദക്ഷിണ ചോദിച്ചു വാങ്ങിയിരുന്നത് പ്രശസ്തമാണ്. ചിലർ ചോദിച്ചേക്കാം, ബാബ ഫക്കീറും നിസ്സംഗനുമായിരിക്കെ എന്തിന് പണം ആവശ്യപ്പെടുന്നു എന്ന്. ഈ പ്രശ്നം ഒന്ന് വിശദമായി ചിന്തിക്കാം. വളരെ കാലത്തേക്ക് ബാബ ഒന്നും സ്വീകരിച്ചിരുന്നില്ല. കത്തിച്ച തീപ്പെട്ടിക്കൊള്ളി സംഭരിച്ച് പോക്കറ്റിൽ നിറയ്ക്കലായിരുന്നു അന്നത്തെ പതിവ്. ഭക്തരോടും അല്ലാത്തവരോടും യാതൊന്നും ചോദിച്ചു വാങ്ങിയിരുന്നില്ല. ആരെങ്കിലും 1-2 പൈസ മുന്നിൽ വെച്ചാൽ അതുകൊണ്ട് എണ്ണയോ പുകയിലയോ വാങ്ങും. ബീഡിയോ ചില്ലിമോ വലിക്കാൻ പുകയില ഇഷ്ടമായിരുന്നു. യോഗിമാരെ വെറും കൈയോടെ കാണരുതെന്ന ഉദ്ദേശത്താൽ ചില ചെമ്പു നാണയങ്ങൾ കാണിക്ക് വയ്ക്കും. ബാബ അത് പോക്കറ്റിലിടും. 2 പൈസ നാണ്യമാണെങ്കിൽ ഉടൻ മടക്കി കൊടുക്കും. പിന്നീട് ബാബയുടെ പ്രശസ്തി വർദ്ധിച്ചതോടുകൂടി നാനാദിക്കിൽ നിന്നും ആളുകൾ ധാരാളം വരാൻ തുടങ്ങിയപ്പോൾ ബാബ ദക്ഷിണ സ്വീകരിക്കുവാനും തുടങ്ങി. വേദങ്ങളിൽ പറയുന്നുണ്ട്, ദേവപൂജ പൂർത്തിയാക്കാൻ 1 സ്വർണ്ണ നാണ്യം കാണിക്ക ഇടണമെന്ന്. ദേവപൂജയ്ക്ക് നാണ്യം വേണമെങ്കിൽ ഋഷിപൂജയ്ക്കും എന്തുകൊണ്ടായിക്കൂടാ? പിന്നെ ശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചു, ആരും വെറും കൈയോടെ ദേവൻ, രാജാവ്, ഋഷി, ഗുരു എന്നിവരെ കാണരുത് എന്ന്. അതിനാൽ എന്തെങ്കിലും നാണ്യമോ പണമോ കാണിക്ക വയ്ക്കൽ പതിവായി. ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു, ഭഗവാൻ പ്രജാപതി ദേവന്മാർക്കും മനുഷ്യർക്കും അസുരന്മാർക്കും ദ എന്ന ഏകാക്ഷരം ഉപദേശിച്ചുവെന്ന്. ഒന്ന് ദമം എന്നാണ് ആത്മനിയന്ത്രണം എന്നാണ് ദേവന്മാർ അതിന് മനസ്സിലാക്കിയത്. 2 ദാനം എന്നാണ് മനുഷ്യന്മാർ മനസ്സിലാക്കിയത്. 3 ദയ എന്നാണ് അസുരന്മാർ മനസ്സിലാക്കിയത്. മനുഷ്യന് ദാനമാണ് അങ്ങനെ വിധിച്ചിട്ടുള്ളത്. തൈത്തരീയ ഉപനിഷത്തിലും ദാനം ചെയ്യാനായി മനുഷ്യനെ ഉപദേശിക്കുന്നുണ്ട്. ദാനത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്തോടു കൂടിയോ അല്ലാതെയോ ദാനം ചെയ്യുക, മഹത്വത്തോടുകൂടി ദാനം ചെയ്യുക, അതായത് ധാരാളം ദാനം ചെയ്യുക, വിനയത്തോടുകൂടിയും കരുണയോടുകൂടിയും ദാനം ചെയ്യുക. ഭക്തന്മാരെ ദാനത്തെപ്പറ്റി മനസ്സിലാക്കിക്കാനും പണത്തോടുള്ള ആസക്തി ഉപേക്ഷിപ്പിക്കാനുമാണ് ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത്. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, വാങ്ങുന്നതിൻ്റെ 100 ഇരട്ടി അനുഭവം ബാബ ഭക്തന് കൊടുക്കുമെന്നതാണ്. പല കാര്യത്തിലും അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഉദാഹരണമായി പ്രശസ്ത നടനായ ഗണപതിറാവു ബോഡാസ് പറയുകയാണ്, ബാബ കൂടെ കൂടെ ദക്ഷിണ ചോദിച്ച് അയാളുടെ പണസഞ്ചി തന്നെ ബാബയുടെ മുന്നിൽ കൊട്ടേണ്ടി വന്നുവെന്ന്. അതിൻ്റെ ഫലമായി ബോഡാസ് പറയുകയാണ്, പിന്നീട് പണം താനേ വന്നുകൊണ്ടിരുന്നെന്നും ഒരിക്കലും ക്ഷാമം നേരിട്ടിട്ടില്ലെന്നും. ദക്ഷിണയ്ക്ക് മറ്റൊരു 2ാം സൂചനയും കൂടിയുണ്ട്. അതിൽ ബാബ പണം ഉദ്ദേശിക്കുന്നില്ല. ഉദാഹരണങ്ങളായി, 1, ബാബ പ്രൊഫസർ ജി നാർക്കയോട് 15K ദക്ഷിണ വയ്ക്കാൻ ചോദിച്ചു. അയാളുടെ കയ്യിൽ 1 പൈസ പോലുമില്ലെന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, നിന്റെ കയ്യിൽ പണമില്ലെന്നറിയാം, നീ യോഗവാസിഷ്ടം വായിക്കുന്നില്ലേ, അതിൽ നിന്ന് ദക്ഷിണ തന്നാൽ മതി. ഇതിൽ ദക്ഷിണ കൊണ്ട് ഉദ്ദേശിച്ചത് പുസ്തകത്തിൽ നിന്ന് തത്വം മനസ്സിലാക്കി ഹൃദയത്തിലുള്ള ബാബയോട് കൂട്ടിച്ചേർക്കാനാണ്. 2, രണ്ടാമത്തെ സംഭവത്തിൽ ബാബ മിസ്സിസ് താർക്കാഡിനോട് 6K ദക്ഷിണ ചോദിച്ചു.
അവരുടെ കയ്യിലൊന്നും ഇല്ലാത്തതിനാൽ അവർ വ്യസനിച്ചു. അവരുടെ ഭർത്താവ് അതിനർത്ഥം പറഞ്ഞുകൊടുത്തു. അത് കാമക്രോധ ലോഭ മോഹമത മാത്സര്യങ്ങളാണെന്ന്. അവ ബാബയിൽ സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടത്. ബാബ അത് ശരിവെക്കുകയും ചെയ്തു. ബാബ വലിയ തുക ദക്ഷിണയായി വാങ്ങിയിരുന്നെങ്കിലും അന്ന് തന്നെ അത് വിതരണം ചെയ്ത് തീർക്കും. പിറ്റേന്ന് വീണ്ടും നിർധനനായ ഫക്കീർ തന്നെ. 10 കൊല്ലത്തോളം ആയിരക്കണക്കിന് ദക്ഷിണ സ്വീകരിച്ച ബാബ മഹാസമാധിയായപ്പോൾ കുറച്ച് നാണയങ്ങൾ മാത്രമായിരുന്നു കൈവശമുണ്ടായിരുന്നത്. ബാബയുടെ ദക്ഷിണ വാങ്ങലിൻ്റെ ചുരുക്കത്തിലുള്ള ഉദ്ദേശം ഭക്തന്മാർക്ക് വിരക്തിയും പരിശുദ്ധിയും പഠിപ്പിക്കലായിരുന്നു. അടിക്കുറിപ്പ്: ദക്ഷിണയെ സംബന്ധിച്ച് BV ദേവ് ശ്രീ സായി ലീല മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിലിങ്ങനെ പറയുന്നു: ബാബ എല്ലാവരോടും ദക്ഷിണ ആവശ്യപ്പെട്ടിരുന്നില്ല. ചോദിക്കാതെ ആരെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ സ്വീകരിക്കും, ചിലപ്പോൾ വാങ്ങാൻ സമ്മതിക്കില്ല. ചില ഭക്തന്മാരോട് മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. ബാബ ചോദിച്ചാലേ കൊടുക്കൂ എന്ന് മനസ്സിൽ കരുതിയിരുന്നവരോട് ചോദിക്കുകയേ ചെയ്യില്ല. ബാബയുടെ ആഗ്രഹത്തിനെതിരായി ആരെങ്കിലും കൊടുത്താൽ അത് തൊടുക പോലും ചെയ്യില്ല. അത് മടക്കിയെടുക്കാത്ത പക്ഷം എടുത്തുകൊണ്ട് പോവാൻ പറയും. ഭക്തന്മാരോട് ചെറുതും വലുതുമായ സംഖ്യകൾ അവരുടെ ഭക്തിക്കും ആഗ്രഹത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചോദിച്ചു വാങ്ങും. അങ്ങനെ സ്ത്രീകളോടും കുട്ടികളോടും കൂടി ചോദിച്ചു വാങ്ങും. എല്ലാ ധനികരോടും വാങ്ങലില്ല, എല്ലാ ദരിദ്രരെയും ഒഴിവാക്കലുമില്ല. ദക്ഷിണ ചോദിച്ചു കൊടുക്കാത്തവരോട് ബാബ കോപിക്കുകയില്ല. ആരെങ്കിലും ഒരാൾ വശം ദക്ഷിണ കൊടുത്തയച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് വാങ്ങും. കൊടുത്ത ദക്ഷിണയിൽ നിന്ന് ഒരു ഭാഗം മടക്കി കൊടുത്ത് പൂജാമുറിയിൽ വെക്കാൻ പറയും. ഇത് ഭക്തന്മാർക്ക് വളരെ ക്ഷേമകരമായിരുന്നു. ആദ്യം കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ കൊടുത്താൽ കൂടുതലുള്ളത് മടക്കി കൊടുക്കും. ചിലപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ചോദിക്കും. പണമില്ലെങ്കിൽ ഇരന്നോ കടം വാങ്ങിയോ കൊടുക്കാൻ പറയും. ചിലരോട് ഒരേ ദിവസം 3-4 പ്രാവശ്യം ദക്ഷിണ ചോദിച്ചു വാങ്ങും. ഇങ്ങനെ വാങ്ങിയ ദക്ഷിണയിൽ നിന്ന് വളരെ കുറച്ച് മാത്രം പുകയിലേക്കും ധുനിയിൽ കത്തിക്കാൻ വിറകിനുമെടുത്ത് ബാക്കി മുഴുവൻ പലർക്കും അവസ്ഥാനുസരണം ദാനമായി വിധിച്ചു കൊടുക്കും. ശ്രുതിയിലുള്ള എല്ലാ സാമഗ്രികളും രാധാകൃഷ്ണമായുടെ നിർദ്ദേശപ്രകാരം പല ഭക്തന്മാരും കൊണ്ടുവന്നതാണ്. വിലപിടിപ്പുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബാബ കോപിച്ച് ചീത്ത പറയുമായിരുന്നു. ബാബ നാനാ സാഹിബ് ചന്ദോർക്കറോട് പറയുമായിരുന്നു: എൻ്റെ സ്വത്തുക്കൾ ഒരു കൗബീനവും ഒരു സാധാരണ തുണിക്കഷ്ണവും ഒരു കഫ്നിയും ഒരു തകരപ്പാത്രവും മാത്രമായിരിക്കെ ജനങ്ങൾ വിലപിടിച്ച പ്രയോജനമില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന്. പരമാർത്ഥ മാർഗത്തിന് തടസ്സമായി മനുഷ്യൻ ലൈംഗിക കാര്യവും ധനവുമാണ് എന്ന്. ബാബ അതിന് 2 സ്ഥാപനങ്ങളാണ് ഏർപ്പാട് ചെയ്തത്: ദക്ഷിണയും രാധാകൃഷ്ണമായും. അതായത് ആരെങ്കിലും വന്നാൽ ദക്ഷിണ വാങ്ങി സ്കൂളിലേക്ക് രാധാകൃഷ്ണമായുടെ വീട് പോകാൻ പറയും. ഈ 2 പരീക്ഷണങ്ങൾ വിജയപ്രദമായി നേരിട്ടാൽ അവർ ആധ്യാത്മികമായി ബാബയുടെ അനുഗ്രഹം കൊണ്ട് വളർന്നു വന്നുകൊണ്ടേയിരിക്കും. മിസ്റ്റർ ദേവ് ഗീതയിൽ നിന്നും ഉപനിഷത്തുക്കളിൽ നിന്നും ഉദ്ധരിച്ച് പുണ്യസ്ഥലത്ത് പുണ്യാത്മാക്കൾക്ക് ദാനം ചെയ്താൽ ദാതാവിന് വലിയ തോതിൽ ക്ഷേമകരമാണെന്ന് കാണിക്കും. ഷിർദിയിൽ കൂടുതലായ പുണ്യസ്ഥലമേത്? സായിബാബയേക്കാൾ വലിയ പുണ്യാത്മാവാരും. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.